ഇന്നത്തെ വീഡിയോയിൽ ഷാജഹാനെ കുറിച്ച് പറയുകയാണ്. ഷാജഹാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജഹാംഗീറിനു ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി ആയിരുന്നു ആര്? ഷാജഹാൻ. ജഹാംഗീറിനു ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി ആയിരുന്നു ഷാജഹാൻ. അതുപോലെ തന്നെ ജഹാംഗീറിന്റെ പിൻഗാമിയായ മുഗൾ ഭരണാധികാരിയായിരുന്നു ആര്? ഷാജഹാൻ. ജഹാംഗീറിന്റെ പിൻഗാമിയായ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ഷാജഹാനായിരുന്നു. ഷാജഹാന്റെ യഥാർത്ഥ പേര് എന്ന് പറയുമ്പോൾ ഷാജഹാന്റെ ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ. ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ് ഷാജഹാന്റെ യഥാർത്ഥ പേര്. ഷാജഹാന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ്. അതുപോലെ ഷാജഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഖുറം രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി. ഖുറം രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആയിരുന്നു ഷാജഹാൻ. അതുപോലെ തന്നെ ഷാജഹാനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ ഭരണകാലഘട്ടമാണ്. മുഗൾ സാമ്രാജ്യത്വത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ ഭരണകാലഘട്ടമാണ്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ചിത്രരചനയുടെ മുഗൾ ഭരണത്തിൽ ചിത്രരചനയുടെ മുഗൾ ഭരണകാലഘട്ടത്തിൽ ചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ്? ജഹാംഗീറിന്റെ ഭരണകാലഘട്ടമാണ്. ഓർത്ത് വെച്ചോണം, ജഹാംഗീറിന്റെ ഭരണകാലഘട്ടമാണ്. അതുപോലെ ഷാജഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷാജഹാൻ ഏതു പേരിലറിയപ്പെടുന്നു? നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു, ശില്പികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ശില്പികളുടെ രാജകുമാരൻ എന്നും ആരറിയപ്പെടുന്നു? ഷാജഹാൻ അറിയപ്പെടുന്നു. അതുപോലെ ഷാജഹാന്റെ നിർമ്മിതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? അതായത് മോത്തി മസ്ജിദ്, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ചെങ്കോട്ട, മയൂര സിംഹാസനം എന്നിവ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ഷാജഹാൻ. ഏതൊക്കെയാണ്? ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ചെങ്കോട്ട, മോത്തി മസ്ജിദ്, മയൂര സിംഹാസനം എന്നിവ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ഷാജഹാൻ. അതുപോലെ ഷാജഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ താജ്മഹൽ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആയിരുന്നു ആര്? ഷാജഹാൻ. താജ്മഹൽ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി. അതുപോലെ തന്നെ ഷാലിമാർ ഗാർഡനും നിഷാന്ത് ഗാർഡനും ഡൽഹിയിൽ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി. ഷാലിമാർ ഗാർഡനും നിഷാന്ത് ഗാർഡനും ഡൽഹിയിൽ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജഹാനാണ്. അതുപോലെ ഡൽഹിയിൽ ഷാജഹാനാബാദ് നഗരം പണികഴിപ്പിച്ചത് ആരാണ്? ഡൽഹിയിൽ ഷാജഹാനാബാദ് നഗരം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അതുപോലെ ചക്രവർത്തി ആരാണ്? ഷാജഹാനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ താജ്മഹൽ എന്ന് പറയുന്ന താജ്മഹലിനെ കുറിച്ച് നമുക്കറിയാം. താജ്മഹലിന്റെ മുഖ്യ ശില്പി ആരാണ്? ഉസ്താദ് ഈസയാണ്. ആധുനിക ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. മാർബിളിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് താജ്മഹലാണ്. അതുപോലെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കവിൾത്തടത്തിലെ കണ്ണീർത്തുള്ളി എന്ന് രവീന്ദ്രനാഥ് ടാഗോർ എന്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്? താജ്മഹലിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? താജ്മഹൽ എവിടെയാണ്? ആഗ്രയിലാണ്, യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ആഗ്രയിലാണ്, യമുന നദിയുടെ തീരത്തുമാണ്. ഓർത്തുകൊള്ളുക, താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്, യമുനയുടെ തീരത്തുമാണ്. അതുപോലെ ഷാജഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ താജ്മഹൽ മുഖ്യശില്പിയാണ് ഉസ്താദ് ഈസയാണ്. അതുപോലെ നിർമ്മിതികൾ, ശില്പകലയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മുഗൾ ചക്രവർത്തി ആയിരുന്നു ആര്? ഷാജഹാൻ. ഷാജഹാൻ. അതുപോലെ തന്നെ നമ്മൾ ഷാജഹാനെ കുറിച്ച് നമ്മൾ നേരത്തെ അക്ബറെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് പറയാൻ നമ്മൾ വിട്ടുപോയി. അതായത് മാസ്റ്റർ റാൽഫ് വിച്ച് ഇന്ത്യ സന്ദർശിച്ചത്
അക്ബറുടെ ഭരണകാലത്താണ്. മാസ്റ്റർ റാൽഫ് വിച്ച് ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു? അക്ബറുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു. കേരളം സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് വിച്ച്. മാസ്റ്റർ റാൽഫ് വിച്ച് അതുപോലെ മാസ്റ്റർ റാൽഫ് വിച്ച് എന്ന് പറഞ്ഞു. അതുപോലെ മാസ്റ്റർ റാൽഫ് വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നു. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാസ്റ്റർ റാൽഫ് വിച്ചാണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? മാസ്റ്റർ റാൽഫ് വിച്ചിനെയാണ്. അപ്പോൾ ഷാജഹാനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഷാജഹാനാണ് മയൂര സിംഹാസനം പണികഴിപ്പിച്ചത്. 1736 പേർഷ്യൻ ചക്രവർത്തിയായ നാദിർ ഷാ മയൂര സിംഹാസനം അപഹരിച്ചുകൊണ്ട് പോവുകയുണ്ടായി. കേട്ടോ മയൂര സിംഹാസനം ഇന്ന് എവിടെയുണ്ടെന്ന് വെച്ചാൽ എവിടെയുണ്ട്? മയൂര സിംഹാസനം ഇന്ന് ലണ്ടനിലെ മ്യൂസിയത്തിലുണ്ട്. മയൂര സിംഹാസനം ഇന്ന് ലണ്ടനിലെ മ്യൂസിയത്തിലുണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ് പരീക്ഷകൾക്ക് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബാബറെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ല. മതസഹിഷ്ണുതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ബാബർ. മതസഹിഷ്ണുതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ബാബർ ചക്രവർത്തി.